പുതിയൊരു ഫാക്ടറി വന്നത്. ഞാൻ സങ്കടമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ കോൺഫിഡൻസ് വെച്ചിട്ടായിരുന്നു. പക്ഷേ ഡിലീറ്റ് ചെയ്യാൻ വന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ പുതിയ വീഡിയോ എടുക്കാൻ വെച്ചു. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാവരും അത് കാണുമെന്നൊന്നും. പക്ഷേ കുറേ ഒരു മെസ്സേജ് അയച്ചു രസമുണ്ട് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ഒരു മെസ്സേജ് എന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ മെസ്സേജ് അയച്ചു പറഞ്ഞു. ഞാൻ വെച്ചാൽ എല്ലാവർക്കും കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ അതാണ് പറഞ്ഞത്. നമ്മുടെ ബാൽക്കണിയുടെ സൈഡിലേക്കാണ്. അപ്പോൾ താഴെ വണ്ടി പോകുന്ന ശബ്ദമൊക്കെ കേൾക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സാറിനെ കുറിച്ച് പഠിക്കാൻ കാണിച്ചിട്ടില്ല. ഈ വീഡിയോ നടക്കാം. പിന്നെ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ഒന്നൊക്കെ വിചാരിക്കുന്നത് നടക്കാൻ വരില്ല. അപ്പോൾ അത് കാണിച്ചു തരാം. അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കണം. ഞാൻ ഇപ്പോൾ ഫുള്ള് റെഡി ആയതിന് ശേഷം കിച്ചണിൽ കയറലുള്ളൂ. അല്ലെങ്കിൽ ടൈം കിട്ടില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുറേ ടൈം എടുക്കും. ദോശ ഉണ്ടാക്കാൻ പോകണം. ദോശ എന്താണെന്ന് കാണാം. സെറ്റായി ഗൈസ്. അയ്യോ, ഇതാണ് എൻ്റെ ദോശ. മാവി കുറച്ച് വെള്ളം കൂടിയോന്ന് സംശയം. നമുക്ക് നെയ്യിട്ടൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ എനിക്കും റൂംമേറ്റ്സിനും എല്ലാവർക്കും ഉള്ള ദോശ ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ നെയ്യൊക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണോണ്ടാണ് തോന്നുന്നു ദോശ കുറച്ചൊക്കെ നേരെയാക്കണം. സാധാരണ ഇത്ര പോലും ശരിയാവലില്ല. അങ്ങനെ ഭയങ്കര പ്രോ ആയിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നെയ്യൊക്കെ ഇങ്ങനെ വാരിക്കോരിടുന്നുണ്ട്. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കറിയൊന്നും കൂട്ടണില്ല. ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ടൈം എടുക്കും. അപ്പോൾ ഈ പഞ്ചസാര കൂട്ടി കേൾക്കുമ്പോൾ എന്തെങ്കിലും രസമുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെറുക്കി തിന്നൽ അതൊരു സ്വഭാവമാണ്. അപ്പോൾ ഞാനൊരു ദോശ അങ്ങനെ തിന്നു. പിന്നെ എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് പാത്രം കഴുകി വെക്കാൻ ആരും കഴുകി തരാനൊന്നും ഇല്ലല്ലോ, സ്വന്തമായിട്ടൊക്കെ ചെയ്യണം. അങ്ങനെ അതാ റെഡിയായി സെറ്റായി. ഇനി പോവുകയാണ് കോളേജൊക്കെ. സാധാരണ ഇപ്പോൾ കുറച്ചായിട്ട് ഓട്ടോക്കാർ നല്ല പൈസ അധികം വാങ്ങലുണ്ട്. ആപ്പിൽ കുറച്ചേ കാണിക്കണുള്ളെങ്കിലും അവരിത്ര പൈസ തന്നാലേ വരുള്ളൂ പറഞ്ഞിട്ട് അവർ വിളിക്കും. പിന്നെ അങ്ങനെ അത്രയും നല്ല ഇടങ്ങേറുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളതിൽ പോവും. അല്ലെങ്കിൽ വേറെ ഓട്ടോ നോക്കലാണ്. പക്ഷേ ഇയാളിന്ന് എക്സ്ട്രാ ക്യാഷൊന്നും ചോദിച്ചില്ല. ആപ്പിൽ എന്താണോ കണ്ടാൽ മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇത് SRMക്കുള്ള തിരക്കാണ്. ഞാൻ ആദ്യമായിട്ട് അത്രയും തിരക്കായുമ്പോൾ കാണുന്നത്. കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ ഇതാണ് മെയിൻ ക്യാമ്പസ്. ഇവിടെ എനിക്ക് ക്ലാസ് ഇല്ലെന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്. ഇന്ന് മൊത്തത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. സാധാരണ എനിക്ക് 8 മണിക്ക് ഇറങ്ങുമ്പോൾ തോന്നാത്തതാണോ എന്നറിയില്ല. ഞാൻ 8 മണിക്കുള്ള ക്ലാസ്സിൽ ഇവിടുന്ന് നേരത്തെ പോകണോണ്ട് അധികം തിരക്കില്ലാത്ത. ഇന്ന് എനിക്ക് 9:45 ഞാൻ ഈ സമയം ഇറങ്ങേണ്ടി വന്നു. ഭയങ്കര തിരക്ക്. നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു സ്ഥലത്തൊക്കെ. ഇതാണ് ഞങ്ങളുടെ SRMൻ്റെ ആർച്ച് ഗേറ്റ്. അപ്പോൾ അതാ കാണുന്ന യൂണിവേഴ്സിറ്റി ബ്ലോക്കിലാണ് നിൽക്കുന്ന ക്ലാസ്. അതിൻ്റെ 13th ഫ്ലോറിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ലിഫ്റ്റ് പോകുമ്പോൾ കുറച്ചങ്ങനെ മുകളിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു മൈൻഡ് തോന്നിയിരുന്നു. ഇപ്പോൾ ഞാൻ ആദ്യം ചെന്നത് ഇത് ബോയ്സിനുള്ള ലിഫ്റ്റാണെന്ന് അവിടെ എഴുതി വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, അവിടെ കാണാനില്ല. എന്നിട്ട് അവിടുത്തെ ഒരാളിനോട് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയി കയറാൻ. അങ്ങനെ ഞാൻ ലിഫ്റ്റ് കയറി. പക്ഷേ ഞങ്ങൾ കയറിയ ലിഫ്റ്റിൽ 2 ബോയ്സ് ഉണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ സംഭവം എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതാണ് ലാബ്. അവിടെ ഇപ്പോൾ വേറെ കുട്ടികളുടെ ക്ലാസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതാ ലാബ് കോട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ നഴ്സിനെ പോലെ എടുക്കുന്നു. ഞാനും വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഒക്കെ വേറെ ഏതൊക്കെയോ ആൾക്കാർ. എനിക്ക് കണ്ടിട്ട് സീനിയേഴ്സാണെന്ന് തോന്നുന്നു. പിന്നെ അതാ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലാബൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഇറങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ SRMൻ്റെ ഒരു റീഡിങ് ലൈബ്രറിയുടെ അടുത്തായിട്ടൊരു ഹാളുണ്ട്. ഞാൻ പഠിക്കാനും എല്ലാം ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയിന്ന് പിന്നെ അവിടെ നിന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും നിലത്തിരുന്നിട്ട് ഇംഗ്ലീഷ് സെമിനാറിനില്ല ചെയ്യാണ്. ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഗ്രൂപ്പായിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ആയത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിയ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മറ്റേ ക്യാമ്പസിൽ പോവുകയാണ്. എനിക്കിന്ന് ഇംഗ്ലീഷ് 2 അവർ ക്ലാസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ബസ് വേണ്ടിയിട്ട് അതുവരെ നടന്ന് അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ ബസ്സിൻ്റെ അവസ്ഥ വൻ ശോകമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ആളൊക്കെ എല്ലാവർക്കും തന്നെ കയറാൻ സ്ഥലമുണ്ടായിരുന്നില്ല. ആ ബസ് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിൻ്റെ ബസ്സിൻ്റെ ഡോർ ക്ലോസ് ചെയ്തിട്ട് കുട്ടി പെട്ടെന്ന് കൈ ജസ്റ്റ് മിസ്സിന് കുടുങ്ങിയില്ല. ഓരങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ
അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യുന്നതിനെക്കാളും നല്ലത് ഓട്ടോ വിളിച്ച് പോകണത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനും കൂട്ടി ഓട്ടോ വിളിച്ച് പോയി. പിന്നെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലായതുകൊണ്ട് നല്ല ഇടങ്ങാറാണ്. വെയിൽ പറഞ്ഞാൽ ഇന്ന് കട്ട വെയിലായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങളിവിടെ എത്തി. ഓട്ടോക്കാരനെ കുറച്ച് പൈസ വാങ്ങിച്ചുള്ളൂ. ഞങ്ങൾ ആദ്യം ആൾ കുറേ പറഞ്ഞു, പിന്നെ ഞങ്ങൾ 2 ആളുള്ളൂ. അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞപ്പോൾ അയാൾ കുറച്ചൊന്ന് മിസ് വന്ന് ക്ലാസ് എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത്. പിന്നെ സെമിനാർ 2 ഗ്രൂപ്പിനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. അന്ന് ആ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് ഇന്ന് എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നത്. അതാ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ പോവാണ്. ഇനി ഇതാ ഓട്ടോ വിളിക്കണം. ഇന്ന് എനിക്ക് ഓട്ടോ കിട്ടാൻ കുറേ ലേറ്റായി. ഞാൻ റാപ്പിഡോയിൽ വിളിച്ച് 2 ഓട്ടോക്കാർ വിളിച്ചപ്പോൾ എന്നോട് നല്ല പൈസ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ആ വെയിലത്ത് നിന്ന് കുറേ കഷ്ടപ്പെട്ട ഒരു ഓട്ടോ കിട്ടി. ഇയാൾ 2-3 പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട്. ഇയാൾ തന്നെ പിന്നെയും വന്നു. ഇങ്ങനെ പൈസ ഒക്കെ കൊടുത്തിറങ്ങി ഞാനിതാ റൂമിലേക്ക് പോവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്ലാസ് ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇന്ന് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. മറ്റേത് കുറച്ച് ദിവസമായിട്ടൊരു നല്ല മഴ പറയാനൊന്നുമില്ല, എന്നാൽ ചെറിയൊരു ഇതില്ലോണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നു. ഈ വെയിൽ കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറി റൂമൊക്കെ ചെന്ന് അവിടെ 2 പേരെത്തിയിരുന്നു. ഒരാൾക്ക് നേരത്തെ ക്ലാസ് കഴിഞ്ഞു, ഒരാൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് ഞാനൊരു എൻഡിങ് എടുത്തായിരുന്നു. പക്ഷെ അവിടെ ഫാൻ ഞാൻ ഓഫാക്കാൻ മറന്നുകൊണ്ട് ഒന്നും കേൾക്കാനില്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ഗൈസ്.